ഇന്നത്തെ വീഡിയോയിൽ പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ടൈപ്പ് 2 ആണ്. അപ്പോൾ ടൈപ്പ് 2 ഞാൻ നേരത്തെ നിങ്ങൾക്ക് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടൈപ്പ് 2 എന്ന് പറയുന്നത് ക്യാപിറ്റൽ എച്ച് എസ് ഈക്വൽ ടു സൈൻ എയ്ഡ്സ് ഓർ കോസ് എയ്ഡ്സ്. അപ്പോൾ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഡി സ്ക്വയറുള്ളൊരു ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഡി സ്ക്വയറിൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? പുട്ട് ഡി സ്ക്വയർ ഈക്വൽ ടു മൈനസ് എ സ്ക്വയർ, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അപ്പോൾ ഇൻ കേസ് അത് ഡിനോമിനേറ്റർ ഫെയിൽ ആവുകയാണെങ്കിൽ മൾട്ടിപ്ലൈ ദ ന്യൂമറേറ്റർ ബൈ എക്സ് എന്തായിരിക്കും? ബൈ ഡിഫറൻഷിയേറ്റ് ദ ഡിനോമിനേറ്റർ വിത്ത് റെസ്പെക്ട് ടു ഡി എന്നായിരിക്കും. ഓക്കെ, ഇൻ കേസ് അത് ഫെയിൽ ആവുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഇതങ്ങ് പ്രൊസീഡ് ചെയ്തുകൊണ്ടേ പോകണം. എപ്പോഴാണോ നമുക്കൊരു ഫൈനൈറ്റ് വാല്യൂ കിട്ടുന്നത് അതുവരെ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അത് ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. ഫസ്റ്റ് പ്രോബ്ലം, സോൾവ് ഡി ക്യൂബ് പ്ലസ് 4d ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു സൈൻ 2x. അപ്പോൾ ഇവിടെ ഓക്സിലറി ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. പുട്ട് ക്യാപിറ്റൽ ഡി ഇസ് ഈക്വൽ ടു എം. ഇപ്പോൾ ക്യാപിറ്റൽ ഡി ഇസ് ഈക്വൽ ടു എം എന്ന് പറയുമ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? എം ക്യൂബ് പ്ലസ് 4m ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു എം കോമൺ ഫാക്ടറാണ്. അപ്പോൾ എം ഇൻറ്റു എം സ്ക്വയർ പ്ലസ് 4 ഈക്വൽ ടു 0. ഇപ്പോൾ എം ഈക്വൽ ടു 0 ഓർ എന്താണ് എം സ്ക്വയർ പ്ലസ് 4 ഈക്വൽ ടു 0 ആണ്. ഇപ്പോൾ എം സ്ക്വയർ ഈക്വൽ ടു -4, ഇപ്പോൾ എം ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2y എന്ന് വരും. ഫസ്റ്റ് വൺ എന്ന് പറയുന്ന റിയൽ റൂട്ടാണ്. ഇപ്പോൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ നമ്മൾ എങ്ങനെ എഴുതും? c1 e raised to 0x, c1 e raised to 0x പ്ലസ് സെക്കൻഡ് വൺ എന്ന് പറയുന്ന കോംപ്ലക്സ് റൂട്ടാണ്. ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ഇൻറ്റു ബീറ്റ എന്ന് വരും. ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ഇൻറ്റു ബീറ്റ. അവിടെ ആൽഫ എന്ന് പറയുന്ന 0 ആണ്, ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. അപ്പോൾ ഇ റേസ് ടു ആൽഫ എക്സ് ഇൻറ്റു c1 കോസ് ബീറ്റ എക്സ് പ്ലസ് c2 സൈൻ ബീറ്റ എക്സ് വരും. അപ്പോൾ ഫസ്റ്റ് വൺ ഓൾറെഡി c1 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൽഫ 0യും ബീറ്റ 2 ആണ്. അപ്പോൾ പ്ലസ് ഇ റേസ് ടു 0x ഇൻറ്റു c2 കോസ് 2x പ്ലസ് c3 സൈൻ 2x. ഇ റേസ് ടു 0x 1 ആണല്ലോ. അപ്പോൾ c1 പ്ലസ് c2 കോസ് 2x പ്ലസ് c3 സൈൻ 2x. ഇപ്പോൾ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഈക്വൽ ടു 1/d ക്യൂബ് പ്ലസ് 4d സൈൻ 2x. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ആ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സൈൻ ax, അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ ഡിനോമിനേറ്ററിൽ ഡി സ്ക്വയർ എന്നുള്ളൊരു ഫംഗ്ഷൻ ആയിരിക്കും, ഡി സ്ക്വയറിലുള്ള ഫംഗ്ഷൻ. അപ്പോൾ ഡി ക്യൂബിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പോൾ ഡി ക്യൂബ് എന്ന് പറയുന്നത് ഡി സ്ക്വയർ ഇൻറ്റു ഡി ആണ്. ഡി ക്യൂബ് എന്ന് പറയുന്നത് ഡി സ്ക്വയർ ഇൻറ്റു ഡി ആണ്. അതാണ് ഞാൻ അവിടെ അടുത്ത സെക്കൻഡ് ലൈനായിട്ട് എഴുതിയിട്ടുണ്ട്. ഡി സ്ക്വയർ ഇൻറ്റു ഡി പ്ലസ് 4d ഇൻറ്റു സൈൻ 2x അങ്ങനെ വരും. ഇപ്പോൾ ഡി ക്യൂബിന് ഡി സ്ക്വയർ ഇൻറ്റു ഡി പ്ലസ് 4d എന്ന് എഴുതി. ഇപ്പോൾ ഡി സ്ക്വയർ ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇവിടെ സൈൻ ax എന്നല്ലേ, ഇപ്പോൾ a is equal to 2 ആണ്. ഇപ്പോൾ ഡി സ്ക്വയർ എന്ന് പറയുമ്പം -4, ഇപ്പോൾ -4d പ്ലസ് 4d, -4d പ്ലസ് 4d ഇൻറ്റു സൈൻ 2x എന്ന് വരും. ഇപ്പോൾ ഡിനോമിനേറ്റർ 0 വരുമ്പം ആ കേസ് അങ്ങ് ഫെയിൽ ആവും. അപ്പോൾ ആ കേസ് ഫെയിൽ ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, മൾട്ടിപ്ലൈ ദി ന്യൂമറേറ്റർ ബൈ എക്സ് ആൻഡ് ഡിഫറൻഷിയേറ്റ് ദ ഡിനോമിനേറ്റർ വിത്ത് റെസ്പെക്ട് ടു ഡി. ഇപ്പോൾ ഡിനോമിനേറ്റർ വിത്ത് റെസ്പെക്ട് ടു ഡി എന്ന് പറയുമ്പം ഡി ക്യൂബ് പ്ലസ് 4d ആണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻഷിയേറ്റ് എന്തായിരിക്കും? 3d സ്ക്വയർ പ്ലസ് 4 എന്നായിരിക്കും. എക്സ് ഡിവൈഡഡ് ബൈ 3d സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു സൈൻ 2x. വീണ്ടും നമ്മുടെ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ സൈൻ ax ആണ്. ഇപ്പോൾ ഡി സ്ക്വയറിന് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം? -4 ആണ്. എക്സ് ബൈ -2 ദ ഹോൾ സ്ക്വയർ ആണല്ലോ. ഡി സ്ക്വയർ ഈക്വൽ ടു -4 ആണ്. അപ്പോൾ -4 ഇൻറ്റു 3 എന്ന് വരും. അപ്പോൾ -12, അപ്പോൾ -12 പ്ലസ് 4, ഇപ്പോൾ -x/8 ഇൻറ്റു സൈൻ 2x. അപ്പോൾ ജനറൽ സൊല്യൂഷൻ എന്തായിരിക്കും? y is equal to കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ. അപ്പോൾ y is equal to c1 പ്ലസ് c2 കോസ് 2x പ്ലസ് c3 സൈൻ 2x മൈനസ് x/8 ഇൻറ്റു സൈൻ 2x. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സോൾവ് ഡി സ്ക്വയർ മൈനസ് 4d പ്ലസ് 3 ഇൻറ്റു y is equal to 17 സൈൻ 5x പ്ലസ് 2 ഇൻറ്റു ഇ റേസ് ടു 3x. ആദ്യം ഓക്സിലറി ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. പുട്ട് ക്യാപിറ്റൽ ഡി ഇസ് ഈക്വൽ ടു എം, എം സ്ക്വയർ മൈനസ് 4m പ്ലസ് 3 ഈക്വൽ ടു 0. ഇപ്പോൾ 2 റൂട്ട്സ് ഉണ്ട്. അപ്പോൾ എം ഈക്വൽ ടു 1 3 എന്ന് കിട്ടും. ഇപ്പോൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത്
C1 e raised to x plus C2 e raised to 3x. നെക്സ്റ്റ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യണം. 1/d² - 4d + 3 ഇൻറ്റു 17 sin 5x പ്ലസ് 2 ഇൻറ്റു e raised to 3x. ഇപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് സെക്കൻഡ് കേസാണ്, സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് കേസാണ്. ഇപ്പോൾ ഫസ്റ്റ് ടേമിൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? d² - a² ആണ്. അപ്പോൾ -5² എന്ന് വരും. അപ്പോൾ -25. ഇപ്പോൾ സെക്കൻഡ് വണ്ണിൽ ഫസ്റ്റ് കേസാണ്. ഇപ്പോൾ d = a. അവിടെ a കിടക്കുന്ന 3 ആണ്. ഇപ്പോൾ d = 3. ഇതാണ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. Pi1 + Pi2. ഈ Pi1 കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ 1/d² - 4d + 3 ഇൻറ്റു 17 sin 5x. ഇപ്പോൾ d² = -25 ആണ്. ഇപ്പോൾ -25 - 4d + 3 17 sin 5x. 1/-22 + 4d. -25 + 3 എന്ന് പറയുന്നത് -22 ആണ്. അപ്പോൾ -22 - 4d എന്ന് വരും. അവിടെ നിന്ന് നമുക്കൊരു മൈനസ് അങ്ങ് പുറത്തെടുക്കാം. അപ്പോൾ -22 + 4d ഇൻറ്റു 17 sin 5x. ഞാൻ നേരത്തെ പറഞ്ഞു സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് sin ax ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ d² എന്നുള്ളൊരു ഫംഗ്ഷൻ ആയിരിക്കും. പക്ഷേ ഇവിടെ ഡിനോമിനേറ്റർ നോക്കുകയാണെങ്കിൽ d² ഫംഗ്ഷൻ അല്ല, ഡിയിലുള്ള ഫംഗ്ഷനാണ് തന്നിരിക്കുന്നത്. പക്ഷെ നമുക്കവിടെ d² ഉള്ള ഫംഗ്ഷനാക്കി മാറ്റണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് എടുക്കുക. നേരത്തെ നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സിലൊക്കെ അറിയാം, പ്ലസ് ആണെങ്കിൽ മൈനസ് ആവും, മൈനസ് ആണെങ്കിൽ പ്ലസ് ആവും. ഇപ്പോൾ ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് -22 + 4d ആണ്. അപ്പോൾ അതിൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് -22 - 4d ആണ്. ഇപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ -22 - 4d ഡിവൈഡഡ് ബൈ 22 + 4d ഇൻറ്റു 22 - 4d 17 sin 5x. ഇപ്പോൾ -22 - 4d ഇൻറ്റു ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് a + b ഇൻറ്റു a - b ആണ്. അത് a² - b² ആണ്. ഇപ്പോൾ 22² - 16d² 17 sin 5x. ഇപ്പോൾ -22 - 4d ഡിവൈഡഡ് ബൈ 22² എന്ന് പറയുന്നത് 484 ആണ്. -16 ഇൻറ്റു ഇപ്പോൾ ഡിനോമിനേറ്റർ d² ഉള്ള ഫംഗ്ഷനായിട്ട് മാറി. ഇപ്പോൾ d² സബ്സ്റ്റിറ്റ്യൂഷൻ -25 ഇൻറ്റു 17 sin 5x. ഈ -17/884 ഇൻറ്റു 20 ബ്രാക്കറ്റ് അങ്ങ് റിമൂവ് ചെയ്യണം. 22 ഇൻറ്റു sin 5x -4 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് sin 5x. അപ്പോൾ -17/884 ബ്രാക്കറ്റിൽ 22 sin 5x -4 ഇൻറ്റു ഡെറിവേറ്റീവ് sin 5x ആണ്. ഡെറിവേറ്റീവ് sin 5x എന്ന് പറയുന്നത് 5 ഇൻറ്റു cos 5x ആണ്. ആ 5 ഇൻറ്റു 4 കൂടെ 20 ആവും. അപ്പോൾ -20 ഇൻറ്റു cos 5x. അപ്പം 17/884 20 cos 5x -22 sin 5x. നെക്സ്റ്റ് വൺ Pi2 കാൽക്കുലേറ്റ് ചെയ്യണം. 1/d² - 4d + 3 ഇൻറ്റു 2 ഇൻറ്റു e raised to 3x. ഇത് ഫസ്റ്റ് കേസാണ്. പുട്ട് ക്യാപിറ്റൽ D = a. അപ്പോൾ d = 3 എന്ന് വരും. അപ്പം 9 - 12 + 3 എന്ന് വരും. ഇപ്പോൾ ഡിനോമിനേറ്റർ നമുക്ക് 0 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ആ കേസ് ആവുമ്പം ഫെയിൽ ആവും. അപ്പോൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ദ ന്യൂമറേറ്റർ ബൈ x. അപ്പോൾ അവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത ഡിനോമിനേറ്റർ വിത്ത് റെസ്പെക്ട് ടു d ആണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻഷിയേറ്റ് ഡിനോമിനേറ്റർ വിത്ത് റെസ്പെക്ട് ടു d എന്ന് പറയുമ്പം 2d - 4 എന്ന് വരും. x ഡിവൈഡഡ് ബൈ 2d - 4 ഇൻറ്റു 2 ഇൻറ്റു e raised to 3x. ഇപ്പോൾ വീണ്ടും d = 3 ആണ്. അപ്പോൾ d = 3 ആവുമ്പം 3 ഇൻറ്റു 2 എന്ന് വരും. അപ്പോൾ 6 - 4 ആണ്, 2 എന്ന് വരും. അപ്പോൾ x/2 ഇൻറ്റു 2 ഇൻറ്റു e raised to 3x എന്ന് വരും. അപ്പോൾ 2 അങ്ങ് ക്യാൻസൽ ചെയ്ത് പോവും. x ഇൻറ്റു e raised to 3x കിട്ടും. Therefore the general solution is y = complementary function plus particular integral. അപ്പോൾ c1 e raised to x plus c2 e raised to 3x plus 17/884 into 20 cos 5x minus 22 sin 5x plus x into e raised to 3x. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ആണ്. സോൾവ് d³ plus d²
മൈനസ് ഡി മൈനസ് 1 ഇൻറ്റു വൈ സീക്വൽ ടു കോസ് 2x. ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് എം ക്യൂബ് പ്ലസ് ഡി ഈക്വൽ ടു എം ആണ്. എം ക്യൂബ് പ്ലസ് എം സ്ക്വയർ മൈനസ് എം മൈനസ് 1 ഈക്വൽ ടു 0. 3 റൂട്ട്സ് ഉണ്ട്. ക്യൂബിക്കേഷൻ ആയതുകൊണ്ട് 3 റൂട്ട്സ് ഉണ്ട്. 1 മൈനസ് 1 മൈനസ് 1 കിട്ടും. അപ്പോൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് C1 e raised to x പ്ലസ് C2 പ്ലസ് C3 x ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ്. ഒരു റൂട്ട് റിയലും ആണ്, മറ്റേ 2 റൂട്ട്സും ഈക്വലും ആണ്. ഇനി പർട്ടിക്കുലർ ഇൻ്റഗ്രൽ 1 ബൈ ഡി ക്യൂബ് പ്ലസ് ഡി സ്ക്വയർ മൈനസ് ഡി മൈനസ് 1 ഇൻറ്റു കോസ് 2x. അപ്പോൾ ഇവിടെ കോസ് AX ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ ഡി സ്ക്വയറിലുള്ള ഫംഗ്ഷൻ ആണ്. ഡി സ്ക്വയർ ഈക്വൽ ടു മൈനസ് എ സ്ക്വയർ. അപ്പോൾ മൈനസ് 2 സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4. പി ഐ ഈക്വൽ ടു ഡി ക്യൂബ് എന്ന് പറയുന്നത് ഡി സ്ക്വയർ ഇൻറ്റു ഡി എന്ന് വരും. അപ്പോൾ ഡി സ്ക്വയർ എന്താണ്? മൈനസ് 4 ആണ്. അപ്പോൾ മൈനസ് 4D. ഡി സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് 4 ആണ്. മൈനസ് ഡി പ്ലസ് 1. ഇപ്പോൾ മൈനസ് 4Dയും മൈനസ് ഡിയും കൂടെ വരുമ്പം മൈനസ് 5D എന്ന് വരും. അപ്പോൾ മൈനസ് 4ഉം മൈനസ് 1 കൂടെ വരുമ്പം മൈനസ് 5 എന്ന് വരും. അപ്പോൾ മൈനസ് 5D മൈനസ് 5 ഇൻറ്റു കോസ് 2x. ഇപ്പോൾ മൈനസ് 5 അങ്ങ് കോമൺ ഫാക്ടർ എടുക്കാം. അപ്പോൾ മൈനസ് 1/5 ഇൻറ്റു 1/d പ്ലസ് 1 ഇൻറ്റു കോസ് 2x. ഞാൻ നേരത്തെ പറഞ്ഞു സെക്കൻഡ് കേസിൽ ഡിനോമിനേറ്റർ ഡി സ്ക്വയർ ഉള്ളൊരു ഫംഗ്ഷൻ ആയിരിക്കണം അല്ലേ. അപ്പോൾ പക്ഷേ ഇവിടെ ഡി പ്ലസ് 1 ആണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഡി പ്ലസ് 1ൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് ഡി മൈനസ് 1 ആണ്. അപ്പോൾ ഡി മൈനസ് 1 എന്ന് പറയുന്നത് ന്യൂമറേറ്ററും മൾട്ടിപ്ലൈ ചെയ്യണം, ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മൈനസ് 1/5 ഇൻറ്റു ഡി മൈനസ് 1 ഡിവൈഡഡ് ബൈ ഡി പ്ലസ് 1 ഇൻറ്റു ഡി മൈനസ് 1 ഇൻറ്റു കോസ് 2x. അപ്പോൾ മൈനസ് 1/5 ഡി മൈനസ് 1 ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ മൈനസ് 1 ഇൻറ്റു കോസ് 2x. അപ്പോൾ മൈനസ് 1/5 ഇൻറ്റു ഡി മൈനസ് 1 ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4 ആണ്. മൈനസ് 2 സ്ക്വയർ മൈനസ് 4 ആണ്. അപ്പോൾ മൈനസ് 4 മൈനസ് 1 എന്ന് വരും ഇൻറ്റു കോസ് 2x. മൈനസ് 4 മൈനസ് 1 എന്ന് പറയുമ്പോൾ മൈനസ് 5 എന്ന് വരും. ആ മൈനസ് 5 ഇൻറ്റു മൈനസ് 5 ആണ് 25 എന്ന് വരുന്നത്. 1/25 ഇൻറ്റു ഡി മൈനസ് 1 ഇൻറ്റു കോസ് 2x. ഇപ്പോൾ 1/25 ഇൻറ്റു ബ്രാക്കറ്റ് ഒക്കെ റിമൂവ് ചെയ്യണം. ഡെറിവേറ്റീവ് ഓഫ് കോസ് 2x മൈനസ് കോസ് 2x. ഇപ്പോൾ 1/25 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് 2x എന്താണ്? മൈനസ് 2 സൈൻ 2x മൈനസ് കോസ് 2x. ഇനി മൈനസ് അങ്ങ് പുറത്തെടുക്കുക. അപ്പോൾ മൈനസ് 1/25 ഇൻറ്റു 2 സൈൻ 2x പ്ലസ് കോസ് 2x. അപ്പോൾ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്താണ്? y ഈക്വൽ ടു കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ C1 e raised to x plus C2 plus C3 x into e raised to minus x minus 1/25 into 2 sin 2x plus cos 2x. The fourth question ആണ്. Solve d square plus 5d minus x into y is equal to sin 4x sin x. അപ്പോൾ ആദ്യം ഓക്സിലറി ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. പുട്ട് ക്യാപിറ്റൽ ഡി ഇസ് ഇക്വൽ ടു എം. അപ്പോൾ എം സ്ക്വയർ പ്ലസ് 5m മൈനസ് ഇറ്റ്സ് ഈക്വൽ ടു 0. അപ്പോൾ 2 റൂട്ട്സ് ആണ്. അപ്പോൾ എം ഈക്വൽ ടു 1 മൈനസ് ഇറ്റ്സ്. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്താണ്? C1 e raised to x പ്ലസ് C2 e raised to മൈനസ് ഇറ്റ്സ് എക്സ്. ഇനി പർട്ടിക്കുലർ ഇൻ്റഗ്രൽ 1/d സ്ക്വയർ പ്ലസ് 5d മൈനസ് ഇറ്റ്സ് ഇൻറ്റു സൈൻ 4x സൈൻ എക്സ് ആണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ സെക്കൻഡ് കേസാണ് വരുന്നത്. ഇവിടെ റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്നത് സൈൻ 4x സൈൻ എക്സ് ആണ്. അതെന്ന് പറയുന്നത് സൈൻ എ സൈൻ ബി ആണ്. സൈൻ എ സൈൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി ബൈ 2. ഇപ്പോൾ കോസ് എ മൈനസ് ബി എന്ന് പറയുമ്പം കോസ് 3x എന്ന് വരും. എ എന്ന് പറയുന്ന 4 ആണ്, ബി എന്ന് പറയുന്ന 1 ആണ്. അപ്പോൾ കോസ് 3x മൈനസ് കോസ് ബി എക്സ്, കോസ് എ പ്ലസ് ബി കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ കോസ് 3x മൈനസ് കോസ് 5x ബൈ 2. അപ്പോൾ ഇതിനെ രണ്ടായിട്ട് അങ്ങ് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ 1/2 ഇൻറ്റു 1/d സ്ക്വയർ പ്ലസ് 5d മൈനസ് ഇറ്റ്സ് ഇൻറ്റു കോസ് 3x മൈനസ് 1/d സ്ക്വയർ പ്ലസ് 5d മൈനസ് ഇറ്റ്സ് ഇൻറ്റു കോസ് 5x. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് PI1 ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് PI2 ആണ്. അപ്പോൾ 1/2 ഇൻറ്റു PI1 മൈനസ് PI2 ഫസ്റ്റ് ഇക്വേഷൻ.
ഇപ്പോൾ PI1 is equal to 1 by d square plus 5d minus 6 into cos 3x. ഇപ്പോൾ ഡിനോമിനേറ്റർ ഡി സ്ക്വയർ ഉള്ളൊരു ഫംഗ്ഷനാണ്, നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഇപ്പോൾ ഡി സ്ക്വയർ ഇക്കട്ട് മൈനസ് എ സ്ക്വയർ, ഇപ്പോൾ മൈനസ് 3 സ്ക്വയർ എന്ന് വരും, അപ്പോൾ -9. ഇപ്പോൾ ഡിനോമിനേറ്റർ വരുന്നത് 1 by -9 plus 5d minus 6 into cos 3x. 1 by 5d minus 15 എന്ന് വരും, 15 into cos 3x. അടുത്തൊരു 5 കോമൺ ഫാക്ടർ എടുക്കാം. ഇപ്പോൾ 1 by 5 into d minus 3 into cos 3x. ഇപ്പോൾ 1 by 5 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഡിനോമിനേറ്റർ ഡി സ്ക്വയറിലുള്ള ഫംഗ്ഷൻ അല്ല കിടക്കുന്നത്, ഡിയിലുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ d minus 3യുടെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ d minus 3യുടെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് d plus 3 ആണ്. അപ്പോൾ d plus 3 ഡിവൈഡഡ് ബൈ d minus 3 into d plus 3 into cos 3x. ഇപ്പോൾ 1 by 5 d plus 3 ഡിവൈഡഡ് ബൈ d സ്ക്വയർ മൈനസ് 9 into cos 3x. ഇപ്പോൾ വീണ്ടും സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഇപ്പോൾ d സ്ക്വയർ ഇക്കൽ ടു മൈനസ് എ സ്ക്വയർ, മൈനസ് 3 സ്ക്വയർ എന്ന് വരും, 9 ആണ്, -9. ഇപ്പോൾ 1 by 5 into d plus 3 ഡിവൈഡഡ് ബൈ -9 into cos 3x. ഇപ്പോൾ -1 by 9d ഡെറിവേറ്റീവ് ഓഫ് cos 3x plus 3 into cos 3x. ഇപ്പോൾ -1 by 90 ഇൻറ്റു ഡെറിവേറ്റീവ് കോസ് 3x എന്ന് പറഞ്ഞാൽ എന്താണ്? -3 sin 3x plus 3 into cos 3x. ഇപ്പോൾ 1 by 30 ഇൻറ്റു sin 3x minus cos 3x. ഈ PI2 എന്ന് പറയുന്നത് 1 by d സ്ക്വയർ പ്ലസ് 5d മൈനസ് 6 ഇൻറ്റു കോസ് 5x. അപ്പോൾ d സ്ക്വയർ ഈക്വൽ ടു മൈനസ് എ സ്ക്വയർ ആണ്. അപ്പോൾ -5 സ്ക്വയർ ഈക്വൽ ടു -25. 1 by -25 plus 5d minus 6 into cos 5x. 1 divided by -31 plus 5d into cos 5x. ഇപ്പോൾ 5d minus 31 ആണ് ഡിനോമിനേറ്ററിൽ കിടക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡി സ്ക്വയറിലുള്ള ഫംഗ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 5d minus 31ൻ്റെ കോൺജുഗേറ്റ് ആണ് 5d plus 31. അപ്പോൾ 5d plus 31 ഡിവൈഡഡ് ബൈ 25d സ്ക്വയർ മൈനസ് 961 വരും, കോസ് 5x. ഇപ്പോൾ 5d plus 31 ഡിവൈഡഡ് ബൈ വീണ്ടും ഡി സ്ക്വയറിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷനാണ് -25. ഇപ്പോൾ ഡിനോമിനേറ്ററിൽ വരുന്നത് -1586 കോസ് 5x. ഇപ്പോൾ -1 by 1586 ഇൻറ്റു 5 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് 5x പ്ലസ് 31 കോസ് 5x. ഇപ്പോൾ -1 by 1586 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് 5x എന്ന് പറയുന്നത് -5 sin 5x ആണ്. അപ്പോൾ -25 sin 5x പ്ലസ് 31 കോസ് 5x. ഇനി ഫസ്റ്റ് ഇക്വേഷനിലോട്ട് പോകണം. ആരാണ്? PI1 PI2 കാൽക്കുലേറ്റ് ചെയ്തല്ലോ, ഇത് രണ്ടും എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇപ്പോൾ PI is equal to 1 by 2 into 1 by 30 sin 3x minus cos 3x minus 1 by 1586 into -25 sin 5x plus 31 cos 5x equal to 1 by 60 sin 3x minus cos 3x minus 1 by 3172 into 31 cos 5x minus 25 sin 5x. Therefore, the general solution is y is equal to complementary function plus particular integral. C1 e raised to x plus C2 e raised to minus 6x plus 1 by 60 into sin 3x minus cos 3x minus 1 by 3172 into 31 cos 5x minus 25 sin 5x. Next question ആണ്. Solve d square plus 2d plus 1 into y is equal to e raised to 2x minus cos square x. ഇപ്പോൾ ഇവിടെ അതുപോലെ ഓക്സിലറി ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. പുട്ട് ക്യാപിറ്റൽ D is equal to m. ഇപ്പോൾ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് m സ്ക്വയർ പ്ലസ് 2m പ്ലസ് 1 ഈക്വൽ ടു 0. 2 റൂട്ട്സ് ഉണ്ട്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയതുകൊണ്ട്. അപ്പോൾ -1 -1. ഇപ്പോൾ 2 റൂട്ട്സ് ഈക്വൽ ആയതുകൊണ്ട് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് C1 പ്ലസ് C2 x ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ്.
നെക്സ്റ്റ് വൺ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ. ഇപ്പോൾ 1/d² + 2d + 1 ഇൻറ്റു e⁻²x മൈനസ് cos²x. ഇപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്ന കേസ് 1 ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമുക്ക് അതിലോട്ട് മാറ്റണം. ഈ cos²x നമുക്ക് എങ്ങനെ എഴുതാം? 1 + cos 2x / 2 എന്ന് എഴുതാം. അവിടെ ഇപ്പോൾ ഒരു sin²x എന്ന് വന്നാൽ നമ്മൾ എങ്ങനെ എഴുതും? 1 - cos 2x / 2 എന്ന് വരും. cos²x ആയതുകൊണ്ട് 1 + cos 2x / 2. ഇപ്പോൾ 1/d² + 2d + 1 ഇൻറ്റു e⁻²x മൈനസ് ഓഫ് 1 + cos 2x / 2. ഇനി ബ്രാക്കറ്റൊക്കെ റിമൂവ് ചെയ്യണം. ഇപ്പോൾ 1/d² + 2d + 1 ഇൻറ്റു e⁻²x മൈനസ് 1/2 ഇൻറ്റു 1 വരും. അത് e⁻0x എന്ന് എഴുതുക. ഇനി അടുത്ത -1/2 ഇൻറ്റു cos 2x. ഇപ്പോൾ ഫസ്റ്റ് 2 ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് കേസാണ്. തേർഡ് ടേം എന്ന് പറയുന്നത് സെക്കൻഡ് കേസാണ്. 1/d² + 2d + 1 ഇൻറ്റു e⁻²x മൈനസ് 1/2 ഇൻറ്റു 1/d² + 2d + 1 ഇൻറ്റു e⁻0x മൈനസ് 1/2 ഇൻറ്റു 1/d² + 2d + 1 ഇൻറ്റു cos 2x. ഇനി ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ Pi1 ആണ്. സെക്കൻഡ് വൺ Pi2, തേർഡ് വൺ Pi3. അപ്പോൾ Pi1 മൈനസ് Pi2 മൈനസ് Pi3 ഇത് ഫസ്റ്റ് ഇക്വേഷൻ. Pi1 = 1/d² + 2d + 1 ഇൻറ്റു e⁻²x. അപ്പോൾ d = a ആണ്. അപ്പോൾ a എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 1/4 + 4 + 1 എന്ന് കിട്ടും ഇൻറ്റു e⁻²x. അപ്പോൾ 1/9 e⁻²x. സെക്കൻഡ് വൺ Pi2 എന്ന് പറയുന്നത് 1/2 ഇൻറ്റു 1/d² + 2d + 1 ഇൻറ്റു e⁻0x. ഇപ്പോൾ d = 0 എന്നാണ്. അപ്പോൾ 1/2 ഇൻറ്റു 1/1 e⁻0x. അപ്പോൾ 1/2 e⁻0x. Pi3 ഇപ്പോൾ 1/2 ഇൻറ്റു 1/d² + 2d + 1 ഇൻറ്റു cos 2x. ഇവിടെ cos ax ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ d² = -a². അപ്പോൾ -2² എന്ന് വരും. അപ്പോൾ -4. 1/2 ഇൻറ്റു 1/-4 + 2d + 1 ഇൻറ്റു cos 2x. ഇപ്പോൾ 1/2 ഇൻറ്റു 2d - 3 ഇൻറ്റു cos 2x. ഇപ്പോൾ ഡിനോമിനേറ്റർ ഡിയിലുള്ള ഫംഗ്ഷനാണ്. നമുക്ക് d² ഫംഗ്ഷൻ വേണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ 2d - 3യുടെ കോഞ്ചുഗേറ്റ് ആണ് 2d + 3. 1/2 ഇൻറ്റു 2d + 3 / 4d² - 9 ഇൻറ്റു cos 2x. ഇപ്പോൾ 1/2 ഇൻറ്റു 2d + 3 / d² എന്ന് പറഞ്ഞാൽ -4 ആണ്. അപ്പോൾ -16 - 9 ഇൻറ്റു cos 2x. അപ്പോൾ -16 - 9 എന്ന് പറയുമ്പോൾ -25 എന്ന് വരും. ആ 25 ഇൻറ്റു 2 ആണ് 50. അപ്പോൾ -1/50 ഇൻറ്റു ന്യൂമറേറ്റർ ബ്രാക്കറ്റൊക്കെ റിമൂവ് ചെയ്യുക. ഇപ്പോൾ 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് cos 2x + 3 ഇൻറ്റു cos 2x. ഈ ഡെറിവേറ്റീവ് ഓഫ് cos 2x എന്ന് പറഞ്ഞാൽ എന്താണ്? -2 sin 2x ആണ്. അപ്പോൾ -1/50 ഇൻറ്റു -4 sin 2x + 3 cos 2x. അപ്പോൾ 1/50 ഇൻറ്റു 4 sin 2x - 3 ഇൻറ്റു cos 2x. മൈനസിനെ ബ്രാക്കറ്റ് അകത്തോടെ എടുത്തതാണ്. അപ്പോൾ ഇക്വേഷൻ 1 നമുക്ക് കിട്ടും. Pi = 1/9 e⁻²x - 1/2 - 1/50 ഇൻറ്റു 4 sin 2x - 3 cos 2x. ലാസ്റ്റ് എൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് y = കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ. അപ്പോൾ y = c1 + c2x ഇൻറ്റു e⁻−x പ്ലസ് 1/9 e⁻²x - 1/2 - 1/50 ഇൻറ്റു 4 sin 2x - 3 cos 2x.